in entertainment industry, worked in Red FM as HR and finance executive, Calicut, and have 9 years experience in teaching as assistant professor in SMES IMSAR, Calicut. Welcome you, ma'am. Next, we have Shri Rishikesh KP, Assistant Professor in Christ University, Bangalore, is a very much friendly person who loves to talk to students about what is in store for them. He is an academician who believes in being aware of the changing trends around and advocates grabbing opportunities as they come to further oneself in life, career, and personality. Welcoming you both to this session. Before going to the session, there is an important announcement for all the participants. You will be getting an opportunity to raise any queries related to the topic presented here. You may post the queries in the chat box, which will be addressed by our panelists once the session is over. Now, let me request Shri Rishikesh KP and Ms. Ambali Vyas to take up the session and to throw light on various aspects of commerce education. Thank you. Thank you so much. Hope Rishi is there. Hi, Rishi. Is the audio audible? Anybody please reply. Is my voice audible to you? Yes. You're audible. Thank you. Yeah. Hi, Ashley sir. How are you? Good. All right. Rishikesh is there? No, I don't think he has joined in. Okay. Yeah. Just in the okay. Come back. Yeah. No, sir. Your voice is not hearing. No, sir. Yeah, can you hear me now? Yeah. No, I was saying you could start in the meantime because I don't think Professor Rishikesh has joined in. So we'll figure that out. In the meantime, we could start. Yeah, right. There might be some technical issues. Yeah. Okay. Right. Hi, good afternoon all. നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ മൈസെൽഫ് അംപ്ലി. ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. വളരെ പാഷനേറ്റ് ആയിട്ട് ടീച്ചറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അക്കാഡമിക്സ് വളരെ താല്പര്യത്തോടു കൂടി അക്കാഡമിക്സിലേക്ക് വന്ന ഒരാളാണ്. ബട്ട് മൈ സ്റ്റാർട്ട് വാസ് ആസ് കോമേഴ്സ് സ്റ്റുഡൻറ്. ഞാൻ കോമേഴ്സിലേക്ക് എത്തിയത് നിങ്ങൾ എല്ലാവരെയും പോലെ 10th കഴിഞ്ഞ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. ഈവൻ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ എങ്ങനെയാണ് കോമേഴ്സ് എന്താണ്, വാട്ട് ഇസ് കോമേഴ്സ്, അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടേം നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്നതല്ലാതെ ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി ഐഡിയ വാട്ട് ഇസ് കോമേഴ്സ്, വാട്ട് ഇസ് ഡെബിറ്റ്, വാട്ട് ഇസ് ക്രെഡിറ്റ്, നത്തിങ്. ഐ വാസ് കംപ്ലീറ്റ്ലി എ ബ്ലാങ്ക് പേഴ്സൺ റിഗാർഡിംഗ് കോമേഴ്സ്. But after 10th, I got +2 admission. അതിനുശേഷം +2 കോമേഴ്സിനാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. The reason very clearly is that I didn't like science. Any subject, be it maths, biology, chemistry, physics, അതൊന്നും me personally was not interested. അതുകൊണ്ടാണ് ഞാൻ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീമിലേക്ക് വന്നത്. കോമേഴ്സിൽ ഞാൻ ജോയിൻ ചെയ്ത് ഒരു 1 monthന് ശേഷം ഞാൻ +2 ചെയ്തിട്ടുണ്ടായിരുന്നത് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സോ അവിടെ ഒരു 1 monthന് ശേഷം ഐ ഗോട്ട് എ ചാൻസ് ടു സ്വിച്ച് ടു സയൻസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അവർ മാർക്കുള്ള കുട്ടികൾ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ബട്ട് ഐ റിജക്റ്റഡ് ഇറ്റ്. ദ ഓൺലി റീസൺ ഇസ് ദാറ്റ് ഐ ഡിഡ്ന്റ് ലൈക്ക് എനി സയൻസ് സബ്ജക്ട്. അപ്പൊ അങ്ങനെ കോമേഴ്സ് അറിയാതെ സയൻസിലെ എല്ലാ സബ്ജക്റ്റും ഫെമിലിയർ ആയിട്ടാണ് നമ്മൾ 10th വരെ വി ഹാവ് ഗോട്ട് ഓൾ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ബട്ട് കോമേഴ്സ് ഇസ് എ സബ്ജക്ട് ഓർ എൻ ഏരിയ ഓർ എ സ്ട്രീം വിച്ച് ഇസ് അൾട്ടിമേറ്റ്ലി അൺനോൺ ടു എവ്രി വൺ. ഒരു 10th സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല വാട്ട് ഇസ് കോമേഴ്സ് എന്നുള്ളത്. ജസ്റ്റ് ബിസിനസ് ആ ഒരു ടേം എന്നല്ലാണ്ട് ടേംസ് പോലും നമുക്ക് ഫെമിലിയർ അല്ല. ഇൻ ദാറ്റ് സെൻസ് എനിക്ക് സയൻസിലേക്ക് മാറാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴും ഞാൻ മാറിയില്ല. ആ ഒരു 1 monthന്റെ ഉള്ളിൽ തന്നെ ഏകദേശം കോമേഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ധാരണ വന്നിരുന്നു.
സോ ഐ തോട്ട് അത് തന്നെയാണ് നല്ലത്, എനിക്ക് പറ്റിയ ഏരിയ കോമേഴ്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സയൻസ് ഇഷ്ടമില്ലാതെ കോമേഴ്സ് എടുത്ത ഒരാളാണ്. ബട്ട് നെവർ, ഞാനിപ്പം 2 days ബാക്ക് നിങ്ങളുടെ 10th റിസൾട്ട് വന്ന സമയത്ത് വാട്സാപ്പിലും ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും വളരെ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ടേമാണ്, മാർക്ക് കുറഞ്ഞവർക്കുള്ളതല്ല കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ് ഇസ് നോട്ട് ഫോർ ദ ഹലോ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കുള്ളതല്ല ഒരിക്കലും കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഏരിയ. ഇറ്റ് ഇസ് ഫോർ ബ്രൈറ്റ് സ്റ്റുഡൻസ്, നോട്ട് ഫോർ ദി മീൻസ് മാർക്ക് കുറഞ്ഞ് ഓറൽസ് വേറെ ഓപ്ഷൻ ഇല്ല. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. കോമേഴ്സ് ഇസ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ കോമേഴ്സ് സ്റ്റുഡൻസ്. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള അവസരങ്ങളിൽ അതേപോലെ തന്നെ വെൻ യു ആർ ഇൻ ടു കോമേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇറ്റ് ഇസ് എ വാസ്റ്റ് ഏരിയ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ഏരിയ ഇനിയും എനിക്ക് പോലും അറിയാത്ത കുറെ ഏരിയാസ് ഉണ്ട്. ഈവൻ ഐ ആം ഡൂയിങ് മൈ PhD, എന്നിട്ട് പോലും നമ്മൾ അതൊക്കെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് there are unexplored ഒരുപാട് ഏരിയാസ് ഉണ്ട് എന്നുള്ളത്. സോ കോമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന, എവറി മൂമെന്റ് എൻജോയ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കോമേഴ്സ് എന്നുള്ളത്. ആൻഡ് ദറ്റ് ഫീൽഡ്, അത് അവിടെ നമുക്ക് കിട്ടുന്ന ജോബ്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ MBA കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ മാഡം പറഞ്ഞ പോലെ ഐ വാസ് ഇൻ റെഡ് FM, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പം FM എന്ന് പറയുന്ന ഒരു എന്താ പറയാ റേഡിയോ, ആ ഒരു ഏരിയ നമുക്ക് ഈവൻ ഓൾ ഇന്ത്യ റേഡിയോ പോലും അപ്പം അവരുടെ സ്വന്തമായിട്ടുള്ള FM സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് സൺ നെറ്റ്വർക്ക് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് FM എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് FM സ്റ്റേഷൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഇസ് സൺ നെറ്റ്വർക്ക്. അപ്പൊ അവരുടെ ഭാഗമാവാൻ MBA കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പറ്റി. അപ്പൊ നമ്മൾ അറിയാത്ത ഈ പറഞ്ഞ പോലെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കോമേഴ്സുകാർക്കാണെന്നുണ്ടെങ്കിലും. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേവപുരം നിങ്ങളുടെ സ്കൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടാതിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിലേക്ക് എത്തിപ്പെടണം എന്നൊന്നും അറിയാതെ കംപ്ലീറ്റ്ലി അൺനോൺ ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാനൊക്കെ കോമേഴ്സിലേക്ക് എത്തിയത്. ദെൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഈവൻ മൈ റിസർച്ച് അതുവരെ ഞാൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ കോമേഴ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി വളരെ എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര വൈബ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കോമേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് റോയൽ ബികോമേഴ്സ് എന്ന് നമ്മളെല്ലാം പറയുന്നത് റോയൽ ബികോം എന്നാണ് യൂഷ്വലി നമ്മൾ പറയാറുള്ളത്. കാരണം ആ ഒരു റോയൽ സ്റ്റാറ്റസ് ആണ് ഇറ്റ് ഇസ് ഫോർ ദി കോമേഴ്സ് സ്റ്റുഡൻസ്. നിങ്ങൾ കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് വെൻ യു ഡൂയിങ് യുവർ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റാറ്റസ് തന്നെ ഡിഫറെന്റ് ആണ്. കോമേഴ്സ് പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് അവര് എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. എന്തൊരു ആക്ടിവിറ്റി കോളേജിൽ നടക്കുകയാണെങ്കിലും സ്കൂളിൽ നടക്കുകയാണെങ്കിലും ഈവൻ +2 സമയത്താണെന്നുണ്ടെങ്കിലും കോമേഴ്സുകാർ എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ ആണ്. അവരാണ് എല്ലാത്തിലും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളുടെയും ഒരു മാനേജ്മെന്റ് സൈഡ് ഏറ്റെടുക്കുന്നത്. അത് ഇറ്റ് ഇസ് ഓൾവേസ് കോമേഴ്സുകാരായിരിക്കും. നമ്മളിങ്ങനെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു ടാഗാണ് സയൻസുകാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവികളാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവം കുട്ടികളാണ്, ഇറ്റ് ഇസ് ലേസി പീപ്പിൾ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് അതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാവും നിങ്ങൾ ആക്ച്വലി സ്കൂളിലേക്ക് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത്. കോമേഴ്സുകാർ എപ്പോഴും റോയൽ ബികോമേഴ്സ് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ നിൽക്കാൻ തന്നെ കാരണം അതാണ്. അവരെപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എനിക്കറിയാം ഇനി ഒരു നമ്മള് എന്താ പറയാ കോളേജ് ഡേയ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുതിയ പുതിയ കാര്യങ്ങൾ. നമ്മൾ ഈ പത്രങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലും ഒക്കെ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് റിയൽ ലൈഫായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് കോമേഴ്സിലുള്ളത്. റിയൽ ലൈഫ്, അതായത് ഇപ്പം എന്താണ് ഇപ്പം നിങ്ങൾ പത്രത്തിലൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മണി വാല്യൂവിനെ പറ്റിയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊറോണ വന്ന ഉടനെ തന്നെ ഏറ്റവും കൂടുതൽ മീൻസ് ഫ്ലക്ച്വേഷൻ വന്നത് ഗോൾഡ് റേറ്റിലാണ്. ഗോൾഡിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. വൈ ഇറ്റ് ഇസ് സോ? വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് കൊറോണ? അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊക്കെ നമുക്കൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെക്കാളും അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെക്കാളും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാനും അതിനെപ്പറ്റി സംസാരിക്കാനും പറ്റുന്നത് ഇറ്റ് ഇസ് ഫോർ ദ കോമേഴ്സ് പീപ്പിൾ. കോമേഴ്സുകാരാണ് ഈ പറയുന്ന റിയൽ ലൈഫുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഓർ മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ്. സോ കോമേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവാണ്. പ്രസന്റ് വി ആർ ലിവിങ് എറ്റ് പ്രസന്റ്. ഈ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ ടാക്കിൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും ദാറ്റ് ഇസ് ലൈഫ്. അതാണ് കോമേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ തമാശക്കാണെങ്കിലും പറയുന്നതാണ്
സയൻസസ് ഫോർ ഫ്യൂച്ചർ, പുതിയ പുതിയ കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഹിസ്റ്ററി അല്ലെങ്കിൽ കോമേഴ്സ് മീൻസ് ഹ്യൂമാനിറ്റീസ് പീപ്പിൾ ആർ സ്റ്റഡിങ് പാസ്റ്റ്, ഒരു പാസ്റ്റ് ആണ്. ബട്ട് കോമേഴ്സ് പ്രസന്റ് ആണ്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വൈബായിട്ട് പറയാൻ പറ്റുന്നത് കോമേഴ്സ് സ്റ്റുഡൻസിനാണ്. സോ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീം എന്നുള്ളത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇൻതൂസിയാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവുന്ന ഒരു മൈ എക്സ്പീരിയൻസസ്. എല്ലാവരുടെ കേസും എനിക്കറിയില്ല, ബട്ട് മൈ എക്സ്പീരിയൻസസ് എനിക്ക് കോമേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റിസർച്ച് ലെവലിൽ വരെ ഞാൻ എത്തിയത് എനിക്ക് കോമേഴ്സിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അത്രയും താല്പര്യമാണ്. ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് ഇറ്റ് ഇസ് ഗിവിംഗ്. ഒരു സിംഗിൾ സബ്ജക്ട് എന്ന് പറയുന്നില്ല. നിങ്ങൾ മേ ബി ഒരു 10th കഴിഞ്ഞ ഒരാൾക്ക് they don't know what is accounts എന്നുള്ളത് എന്താണ്. കോമേഴ്സ് ഇസ് കംപ്ലീറ്റ്ലി അക്കൗണ്ട്സ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. കോമേഴ്സിലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വി ആർ ഡീലിംഗ് വിത്ത് മാനേജ്മെന്റ്, വി ആർ ഡീലിംഗ് വിത്ത് ഇക്കണോമിക്സ്, വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതൊക്കെ കോമേഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ അക്കൗണ്ട്സ് എന്നുള്ളത് മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട്സ്, കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അക്കൗണ്ട്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ദാറ്റ് ഈസ് കോമേഴ്സ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആർക്കൊക്കെയാണോ കോമേഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളത്, വളരെ താല്പര്യത്തോടു കൂടി വേണം കോമേഴ്സിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി. ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ്. താല്പര്യമില്ലാതെ somebody pushing you to commerce, it's not like that. അങ്ങനെ വരരുത്. You should have that passion, you should have that enthusiasm to join in commerce stream. That is my request to you all. And പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജോബ് വന്ന സമയത്ത് FM ജോയിൻ ചെയ്ത സമയത്ത് I was just 22 years, just passing my MBA pass out ആയ ഉടനെ തന്നെ I got a job in FM. So ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ജോബ് ഇസ് ഓൾ അബൌട്ട് നിങ്ങൾ എന്താ പറയുക എന്തൊക്കെയാണോ ഈ +2 മുതൽ വോട്ട് യു ആർ ലേണിംഗ് അതിൻ്റെ ഒരു +1 +2 സ്റ്റേജ്. +1 +2 സ്റ്റേജ് ആയി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാണ്, ലേശം ബുദ്ധിമുട്ടാണ്. ഐ എം നോട്ട് സെയിങ് വെരി ഈസി സബ്ജക്ട്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ പഠിക്കാത്ത എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. That time you may find some difficulty. It is very very minor difficulties. Maybe it's language or the terms you are learning. These all might not be familiar to you. But it's not like that. അതെല്ലാം നിങ്ങൾ തുടക്കത്തിൽ ഇതെന്താ മനസ്സിലാവുന്നില്ല. വോട്ട് ഇസ് ഡെബിറ്റ്, വോട്ട് ഇസ് ക്രെഡിറ്റ്, ഡെബ്റ്റർ കംസ് ഇൻ, ക്രെഡിറ്റർ ഗോസ് ഔട്ട്, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ബട്ട് അതൊന്നുമല്ല, അതൊക്കെ അതിൻ്റെ രസമാണ്. അതാണ് അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. അതാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്കൊന്നും അറിയാത്ത സംഗതികൾ വി ആർ ലേണിംഗ്. സോ അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളടുത്ത് ഇപ്പം അക്കൗണ്ട്സ് ഒക്കെ അറിയാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കമ്പനി അക്കൗണ്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റുക, നമുക്ക് സ്വന്തമായിട്ട് എന്താ ഒരു ഫോം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് തിങ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. വളരെ ഹാപ്പിയാണ് നമ്മൾ സ്വന്തമായിട്ട് ബിക്കമിങ് ഓൺട്രപ്രനർ. എന്ത് രസമുള്ള ഒരു ടേം ആണ് അത്, സ്റ്റാറ്റസ് ആണ് അത്. സോ ദീസ് ഓൾ ആർ ഗിവിംഗ്. അത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇറ്റ് ഇസ് ഓൺലി ഇൻ കോമേഴ്സ്. കോമേഴ്സ് ആണ് നമുക്ക് അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും തരുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ എന്താ പറയുക ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉണ്ടാവണം. ഒരു എന്താ പറയുക ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിലും റൺ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ മാനേജ്മെന്റ് സൈഡിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ദേ നീഡ് കോമേഴ്സ് പീപ്പിൾ. സോ വി ഓൾ ആർ റോയൽ കോമേഴ്സ്. നമ്മൾ റോയൽ കോമേഴ്സ് തന്നെയാണ് പറയുന്നത്. ആ സ്റ്റാറ്റസ് എത്ര കാലം കഴിഞ്ഞാലും ഇറ്റ് വോണ്ട് ചേഞ്ച്. ഇറ്റ് വിൽ ലിവ് ആസ് റോയൽ കോമേഴ്സ്. ഹായ് ഋഷി. Hello. Hi. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു എന്താണ് കോമേഴ്സ്, ഞാൻ എന്താണ് കോമേഴ്സ്. Yeah, I was listening to you because I joined around 3 to 4 minutes late, but then yeah, go ahead. I think yeah. No, you can go ahead. Whenever I need to pitch in, you just let me know. No, I was keep on saying many things. Okay. So Nyan, should I begin? Is that a good time? Okay. So എൻ്റെ ഒരു അസംഷൻ നിങ്ങളെല്ലാം 10th grade കഴിഞ്ഞ കുട്ടികളാണെന്നുള്ളതാണ്. സോ ഫോർ മീ 10th grade I can easily relate. 10th കഴിഞ്ഞപ്പോൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് വാസ് I was in a confused state. കാരണം ഇന്നത്തെ പോലെ it was around more than 20 years back. പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. നമ്മൾ ഈതർ ഒന്നെങ്കിൽ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് നോട്ട് ആസ് പോപ്പുലർ ആസ് കോമൺ ആസ് ഇറ്റ് ഇസ്
today, because today you know everything is there in your fingertip. In a Google search, you can find out almost everything. So it was not that an easy choice, but it was a choice to join for science stream. Because 10th ശേഷം ഒരു അന്നത്തെ ഒരു ട്രെൻഡ് അതായിരുന്നു. മീൻസ് എവറി വൺ വാസ് ഓപ്റ്റിംഗ് ഫോർ ഈദർ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ. അപ്പൊ അതിന് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഓപ്റ്റ് the science stream. Then deep inside, I wanted to also join defense, and then defense or option. I mean, science stream students nairunnu or option. Another thing which I was a little more interested is sound engineering. I mean, I was into a little bit of music, so you can actually think of how I was. Enikku oru choice allayirunnu. There were multiple choices, and I was actually confused. So medicine or allengil engineering no, allengil adumalla ende basic interest aayittulla music and literature adu opt cheyano, adu opt cheythu oru sound engineering, sound recordist aayittu maarano. Appo idokke irunnu, that was a kind of confusion which I had. But eventually it was not my only my decision. It was also my teachers and also my parents who made a choice for me, which means 10th ശേഷം എന്ത് എന്നുള്ളത് I was not the one who had decided. But then what had happened after almost a month, or probably more than a month, is that I realized this is not my cup of, ഇത് നമുക്കുള്ളതല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. And then I certainly had this option. Fortunately, the institution also supported to switch the course. And then I opted for BCom. Sorry to interrupt, Rishi. In the case, Just reverse. Just reverse. I got an opportunity to switch to science, but I rejected. Okay. Okay. ഇതൊരിക്കലും ഞങ്ങളുടെ ഒരു പ്രോപ്പഗാൻഡ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫൈൽ കേൾക്കാനല്ല, പക്ഷേ ഇത് പറയാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു അസ്. അപ്പൊ നിങ്ങൾക്ക് അത് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ രീതിയിൽ പറയുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ I opted for 12, I mean for commerce in 11th and 12th grade. 10th I was an average student, but 12th over a period, it took at least one semester എന്ന് പറഞ്ഞാൽ 6 months period ആണ്. ഒരു 6 monthsന് ശേഷമാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്. കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ. അതിനകത്ത് അക്കൗണ്ടൻസി ഉണ്ട്, അതിനകത്ത് ഇക്കണോമിക്സ് ഉണ്ട്, അതിനകത്ത് there is something called human resource management ഉണ്ട്, അത് there is banking ഉണ്ട്, company law ഉണ്ട്. അപ്പൊ ഇതൊരു ഇറ്റ് ഇസ് ഒരു എന്താ, ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന, അഗെയിൻ 11th എനിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, ബിക്കോസ് ഐ വാസ് നോട്ട് വെരി ഗുഡ് വിത്ത് നമ്പേഴ്സ്. പക്ഷെ നമ്പർ വിത്തൗട്ട് നമ്പർ ക്രഞ്ചിങ് യു കാൻ സർവൈവ്. പേപ്പേഴ്സ് ഉണ്ട്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, യു ഹാവ് അക്കൗണ്ടൻസി. ഐ വാസ് നോട്ട് വെരി ഷുവർ ഇത് തന്നെയാണോ, ഈവൻ അറ്റ് 11th ഐ എം സെയിങ്. പക്ഷെ 12th somehow I realized ഇങ്ങനെ ആയാൽ പറ്റില്ല എന്നൊരു തോന്നൽ കൊണ്ടാണോ എന്നറിയില്ല. മേ ബി 12th things were different. I did realize the importance, because post 12th എന്താവും എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പം പലരും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ പോലെ 10th ശേഷം എന്ത്, ഇനി അങ്ങോട്ട് പാൻഡമിക്കിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഹയർ സ്റ്റഡീസ് എന്ത് എന്നൊരു അൺസർട്ടനിറ്റി പോലെ ആയിരുന്നു 10th എനിക്ക്. പക്ഷേ 12th ശേഷം I had decided again I kept 2 or 3 options. Either get into the banking sector or get into the teaching, because both my parents were teachers. That was another thing which I thought I might be good at. അങ്ങനെ അത് ഒരു ഇൻട്രസ്റ്റ്, there were multiple interests, which means അപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ 10th it was not my choice. 12th of course somehow, I mean some clarity did evolve, but then again I had multiple options. And then ഒരു സൈഡിൽ CA ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഈ സൗണ്ട് എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ 12th ശേഷം ഇമ്മീഡിയറ്റ്ലി ചെയ്തത് ഇവിടെ ഒരു രാജശ്രീ സ്റ്റുഡിയോ ഉണ്ട്,
കാലിക്കറ്റ്. അവിടെ സൗണ്ട് റെക്കോർഡിംഗ് പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ പല പല എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ബട്ട് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി തലത്തിലെത്തിയ അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പോഷറാണ് ശരിക്കും പല പല മേജർ ഡിസിഷൻസും ലൈഫിൽ എടുക്കാൻ പ്രാപ്തനാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ when I did my government arts and science കോളേജിലായിരുന്നു, അവിടെ കിട്ടുന്ന ഒരു തരത്തിൽ എന്താ പല രീതിയിലുള്ള എക്സ്പോഷേഴ്സ് അത് നമ്മളെ ഗ്രൂം ചെയ്തു. ആക്ച്വലി മ്യൂസിക്കിനാണെങ്കിൽ അതിന് സ്പേസ് ഉണ്ട്, പിന്നെ മറ്റ് ഇൻട്രസ്റ്റ്, അതായത് പറഞ്ഞല്ലോ ലിറ്ററേച്ചർ ആണെങ്കിൽ അതിന് ഒരു സ്പേസ് ഉണ്ട്, മറ്റ് നല്ല നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, അവരുടെ ഒരു ഗ്രൂമിംഗ് ആണ്. Slowly and gradually we also had this option of doing presentations in class. Presentation ചെയ്യാനായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോൾ there is something called teaching practice. നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിന്റെ ക്ലാസ്സിൽ ചെന്ന് നമ്മൾ പഠിപ്പിക്കണമായിരുന്നു. That option was also there. ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് somewhere I realized this is what I'm comfortable doing. അതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരാറില്ല. ഇപ്പൊ ഞാൻ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ അപ്പോഴും again the problem is I realized accountancy പഠിപ്പിക്കാൻ സാധിക്കില്ല. I was relatively easy, for me what I was comfortable at was subjects like business management, അല്ലെങ്കിൽ entrepreneurship, അതും അല്ലെങ്കിൽ marketing management. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. But then the major decision was when I left to again MCom St. Joseph's Devagiri ചെയ്തു. Then again I went for my MPhil at Delhi University. അവിടെ ഒരു മേജർ ഡൽഹിയിലേക്ക് പോയത് it was with an intent of writing civil service. അതൊരു 1.5 years അത് ചെയ്തു. See, you can visualize ഒരു അപ്പോഴും ഒന്നും ഒരു ഡിസിഷൻ അപ്പോഴും എടുത്തിരുന്നില്ല. I was just experimenting with multiple things which I was interested in. But then after MPhil, which I did from Delhi University, I decided this is my career. It was a choice, and it was not by chance that I decided to become a teacher. So now currently I work at Christ University Bangalore as assistant professor. So I don't know whether I can call it a growth trajectory. Your journey il pala experiments aanu, pala exposures aanu, nammade endilanu capable, allengil namakku endu cheydalanu oru satisfaction. That is also extremely important. Ella ദിവസവും രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് തല if it invites a lot of tension, then I think you have not opted a right discipline, or you have not opted a right career. That should not also be there. So that's in nutshell what made me what I'm currently. പക്ഷേ what I am more looking at is ഇത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ കുറിച്ച് തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ there is no point, absolutely no point whether we are addressing what you are what you're looking forward to. So what I personally would be interested in is maybe I'll share one small PowerPoint with you. That's extremely important. I hope I can do that. Yeah, Rishi, there is a screen share option. Okay, done. Ipo varunnundo? It's started. Yeah. Okay. Let me make it full screen. So ഇതാണ് ഒരു വളരെ ബ്രീഫായിട്ട് എനിക്ക് കാണിക്കാനുള്ളത്, because this I think helps us to get a clarity as to what are the options. 12th കഴിഞ്ഞാൽ നമുക്ക് ഉള്ള multiple options which I thought you will be able to relate with. One, of course, you can do CA. Then you have BCom ചെയ്താൽ തന്നെ there are multiple other അതിന് താഴെ വരുന്ന ഒരുപാട് MBA ചെയ്യാം, ബാങ്കിങ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് പോകാം, LLB ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യാം, BEd ചെയ്ത് ടീച്ചർ ആവാം.
Even you can join for library science, librarian. I mean, പലർക്കും പല തരം ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, I've learned BCom, but still my interest is music and literature. I mean, അത് ഇങ്ങനെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. Some, even if you are learning commerce, you could become a librarian. ബുക്സിനോട് താല്പര്യമുള്ളതാണ്. CS ചെയ്യാം. CS is company secretaryship. Then import export diploma എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. That is more of a specialization. ഇപ്പോൾ നിങ്ങൾ, if your plan is to go abroad, അവിടെയൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള കോഴ്സസ് ആണ്. There are courses in petroleum ഇൻഡസ്ട്രിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. I mean, after BCom, those things are also possible. MCM is more of a, I mean, MCA, BCA is not mandatory. BCA means Bachelor of Computer Application is not mandatory. But another option under. Then, of course, you can try out civil service, which I also did. I mean, almost spent 1.5 years. Then computer courses, tally, വളരെ പഴയതാണ്. ഇപ്പോൾ ഒരുപാട് മറ്റ് Peachtree, DACISI എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേറെ കുറേ വന്നിരുന്നു. അതിനുശേഷം പിന്നെയും അഡ്വാൻസ്ഡ് ആയിരുന്നു. Then you can also apply for Indian military service or defense sector. So that's a broader avenue that's open for you if you're opting for a BCom, and before that you are opting commerce in 12th grade. I mean, after CA, I mean, I'm not grading anything, but CA or option on BCom cardinal, there are multiple other options. Another advantage is commerce opted technical, you can also go for BBA. BBA cardinal, naturally you can get into MBA. That is another a very good choice because management in the sector. I mean, hospitality requires management, banks require management, corporates require, I mean, everything. I mean, even organizing the small webinar or whatever, that also requires management skills. So management is something which is, as Ambali was saying, commerce is something which is indispensable for any human collective effort. പണമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. സോ പണം മാനേജ് ചെയ്യണമെങ്കിൽ you need people. I mean, resources manage ചെയ്യണമെങ്കിൽ you need people. So that's another thing. Then there is CS, which is company secretaryship. Then 12th കഴിഞ്ഞിട്ട് വേണമെങ്കിൽ BCAക്ക് പോകാം, which is Bachelor of Computer Application. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 12th കോമേഴ്സിന്റെ കൂടെ മാത്സ് ഓപ്ഷണൽ ആയിരിക്കണം. അതിപ്പോൾ മാറിയോന്ന് അറിയില്ല. I think maybe 2 or 3 years back, that's how it was. BCA ki poam. BEd is diploma in education. Then there are multiple other chale case le pettanna chelarku they want to get into a job. I mean, maybe they are not financially sound, or they want to earn and then continue their higher studies. Angane anengal 12th കഴിഞ്ഞിട്ട് immediately you can get into the call center jobs. Even നമുക്ക് കാലിക്കറ്റ് തന്നെ ഒരുപാട് multiple options are there. നമുക്ക് ഊരാലുങ്കൽ സൊസൈറ്റിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൈബർ പാർക്കിൽ ഒരുപാട് കോൾ സെന്റർ ജോബ്സ് ഉണ്ട്. സോ അതാണ് ഐ തിങ്ക് ഒരു ഓപ്ഷൻ. അത് കൂടാതെ ഐ തിങ്ക് യു ക്യാൻ കംപ്ലീറ്റ്ലി ഡൈവേഴ്സിഫൈ ഇൻ ടു സെവറൽ അതർ തിങ്സ് ലൈക്ക് 12th കോമേഴ്സ് കഴിഞ്ഞിട്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടർ, അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആവാം, LIC ഏജൻസ് ആവാം, ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് ആവാം. ഐ മീൻ അതിന് CA അതിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞ അത്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് പോവാം, എയർ ഹോസ്റ്റസ് ആവാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇന്ന് യു ഹാവ് ടു എൻ്റെ അടുത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ഒരിക്കൽ BCom കഴിയുന്ന ഒരു ഫൈനൽ ഇയർ ആയിട്ട് ഒരു കുട്ടി ചോദിച്ചൊരു കാര്യമുണ്ട്, സർ വിച്ച് ഇലക്ടീവ് ഷുഡ് ഐ ഓപ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും മറ്റൊരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. ഐ മീൻ യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്. എനിക്കിപ്പോൾ അക്കൗണ്ടൻസി നമ്പർ ക്രഞ്ചിങ് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. ഐ മീൻ എന്നേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് എനിക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റില്ല. സോ ഐ വാസ് ഷുവർ ദാറ്റ് ഐ വോണ്ട് do well in banking sector, or I won't do well in insurance sector, I won't do well in anything that deals with numbers. So it was a conscious choice. I mean, you have to know what you're good at, what you're capable of, then make a choice. I mean, these are some inputs, some suggestions, not a rule book pole vaaichu povalla, but these are certain things out of the experiences that we have had, what we have seen from other some of our friends. Then professional courses idinte kude cheyavunnathu CA, ICWA, CS and CFA. എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്ക്
ഇല്ല. അതിൻ്റെ കൂടെ ദാറ്റ്സ് അനദർ ഓപ്ഷൻ ദാറ്റ് യു ഹാവ്. ഇതിൻ്റെ കൂടെ BAF എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, BMM എന്ന് പറഞ്ഞ മറ്റു കോഴ്സസ് ഉണ്ട്. ഇസ് ഓൾസോ ട്രെൻഡിങ് ദീസ് ഡേയ്സ്. മാസ് മീഡിയ, അതായത് ജേർണലിസ്റ്റ് ആവണമെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു എന്താ ഒരു മീഡിയയിൽ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ എന്തെങ്കിലും ന്യൂസ് പ്രസന്റർ ആവണമെങ്കിൽ യു കൻ ഓപ്റ്റ് ഫോർ സച്ച് കോഴ്സസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാവരും ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളതല്ല, ബട്ട് യു ഹാവ് ദാറ്റ് ഓപ്ഷൻസ് ഓൾസോ. Then there is this banking and insurance, financial markets. Ambali ma'am was talking about stock market investors, അല്ലെങ്കിൽ security traders. അതും കൂടാതെ another thing which is becoming extremely popular is the actuarial science, which is a separate discipline. Actuarial science le BCom specialization ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, which is more about insurance, financial analysis. So this is broadly what the domain of commerce has got to offer, provided you make a choice. Rishi, what do you think now? Rishi? Login again. ഋഷി പറഞ്ഞതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ടാണ് LLBന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജിൽ പോയാൽ അറിയാം, അവിടെ BBA LLB എന്ന് പറയുന്നത് കോഴ്സ് തന്നെ ഉണ്ട്. അതായത് LLBന്റെ നിങ്ങൾക്ക് LLBയും ചെയ്യാം, പ്ലസ് അതിന്റെ കൂടെ BBAയും ചെയ്യാം. അതിപ്പോ കാലിക്കറ്റ് ലോ കോളേജിൽ തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതാകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ബിസിനസ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കമ്പനീന്റെ ഒക്കെ അഡ്വക്കേറ്റ്സ് ആവുന്ന സമയത്ത് അവർക്ക് ഈ മാനേജ്മെന്റ് സൈഡ് അല്ലെങ്കിൽ ബിസിനസിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടും കിട്ടും, പ്ലസ് അവർക്ക് ലോ സൈഡും അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അഡ്വക്കേറ്റ്സ് ഒക്കെ ആയിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് BBA LLB എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നൊന്നും വേറെ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കോഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BBA + LLB എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. ഋഷി പറഞ്ഞതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തതാണ്. Ambali, hello, hi. I think she has got logged out again because of weak connectivity. So yeah. So on that front, I was just wondering, like, it would be good for our students if you could tell them a little bit about, like, chartered accountancy, things that he mentions. He gave a very elaborate, like, complete exhaustive list. So that, if you explain what they actually do, that would be like a CS, and so on and so forth. So if you like, what are those jobs? What skill does it take? What kind of training does it take? What do they actually do? That might be useful, I think. So the first thing is that everybody thinking about CA or chartered accountancy. Chartered accountancy is an area where we do the company accounts auditing. Auditing as per company law or external agency should audit. നിങ്ങൾക്ക് കോമേഴ്സിൽ എത്തിയാൽ അറിയാം, ദർ ഇസ് എ ബാലൻസ് ഷീറ്റ്. ഒരു കമ്പനിക്ക് നിങ്ങൾ കേൾക്കുന്ന ടേമാണ് ഇറ്റ് ഇസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓഡിറ്റഡ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി. നിർബന്ധമാണ് പുറത്തുനിന്ന് നമ്മളെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുകയും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യുകയും വേണം. സോ അപ്പോഴാണ് ഒരു കമ്പനീന്റെ ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിനാണെന്നുണ്ടെങ്കിലും ആ റിപ്പോർട്ടാണ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പീപ്പിൾ, what these people are doing is that they are checking they are auditing company accounts. These final accounts auditing എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ആ പ്രൊഫഷനിലുള്ള ആളുകൾ ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ ഋഷി നേരത്തെ പറഞ്ഞ ഒരു ന്യൂമറിക്കൽ സ്കിൽ ഇറ്റ് ഇസ് എന്താ പറയാ, ഇറ്റ് ഇസ് ദർ, അത് നിർബന്ധമാണ് വേണം എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് മോർ ദാൻ ന്യൂമറിക്കൽ സ്കിൽ. ഇറ്റ് ഇസ് ദർ. ന്യൂമറിക്കൽ സ്കില്ലിന്റെ ഒപ്പം തന്നെ ഒബ്സർവേഷൻ ഈച്ച് ഇൻ എവറി പാർട്ട്. ബിക്കോസ് നമുക്ക് അക്കൗണ്ട്സിലാവുന്ന സമയത്ത് മൈന്യൂട്ട് മിസ്റ്റേക്ക്, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ഇറ്റ് റിഫ്ലെക്ട്സ്.
അതൊരു ഹ്യൂജ് റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലും ഫൈനൽ അക്കൗണ്ട്സിലാണെങ്കിലും കാണിക്കുക. സോ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ല് അത് ത്രൂ ഔട്ട് ഏത് ഏരിയ നിങ്ങൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഈ പറയുന്ന കോമേഴ്സ് ഏരിയയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ന്യൂമറിക്കൽ സ്കില്ലിന്റെ ഒപ്പം തന്നെ വേണ്ടത് ഓരോരോ സ്കില്ലാണ് ഇറ്റ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി നിങ്ങളുടെ ന്യൂമറിക്കൽ പാർട്ടിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഇവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും സീറോസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ പ്ലേസ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, അതിന് വേണ്ടുന്ന കറക്ഷൻ ചെയ്യാം. ദാറ്റ് ഈസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇന്ത്യൻ നാച്ചുറൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ എന്താണ് എന്നുള്ളത് ഒരു സ്മോൾ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. then it is കമ്പനി സെക്രട്ടറിഷിപ്പ്. കമ്പനി സെക്രട്ടറിഷിപ്പും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദീസ് ടു കോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. നമ്മളൊക്കെ MBBS ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ദർ ഇസ് പ്രൊഫഷണൽ ബോഡി, CA ആണെങ്കിലും CS ആണെങ്കിലും കമ്പനി സെക്രട്ടറിഷിപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ബോഡീസ് അവരുടെ അക്നോളജ്മെന്റ് ആണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ജസ്റ്റ് MBA പാസ്സാവുക, CA പാസ്സാവുക, CS പാസ്സാവുക, മോർ ദാൻ ദാറ്റ് അവരുടെ രജിസ്ട്രേഷൻ, ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ സൈനിങ് അതോറിറ്റി, ആ സീലിംഗ് പവർ ഉള്ളത് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഫോർ ദി രജിസ്റ്റേർഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കമ്പനി സെക്രട്ടറീസ്. സോ കമ്പനി സെക്രട്ടറീസും ഇതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് പോലുള്ള കാര്യങ്ങളാണ് ദേ ആർ മോർ ഇൻ. ഈ അക്കൗണ്ട് സൈഡ് നോക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിൽ, ഓഡിറ്റിംഗ് സൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള ഒരു ഓഡിറ്റിംഗ് ആണ് കമ്പനി സെക്രട്ടറി ദീസ് പീപ്പിൾ ആർ ഡൂയിങ്. ഇനി അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഒപ്പം തന്നെയുള്ള വേറൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ BBA LLB എന്ന് പറയുന്നത്. ആ LLBന്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്രാജുവേഷൻ BBA, അപ്പൊ നമുക്കൊരു എന്താണ് ഡ്യുവൽ ഗ്രാജുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ BBA LLB എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ബാച്ചുലർ കോഴ്സ് പ്ലസ് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനിൽ വേറൊരു ബാച്ചുലർ ഡ്യുവൽ ഡിഗ്രി ആണ് അവിടെ കിട്ടുന്നത്. അതും നല്ലൊരു ഓപ്ഷനാണ്. അധിക പേരും അതിന് എൻട്രൻസ് ഈ പറയുന്ന എല്ലാ എക്സാമിനേഷനും നിങ്ങൾ പാസ്സാവുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 12 നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഉണ്ടാവും. ആ എൻട്രൻസ് ക്ലിയർ ചെയ്താലാണ് ഇപ്പൊ CA ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ബേസ് ലെവലുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ P1 P2 എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മളുടെ കോഴ്സിന്റെ ലെവല്. അതേപോലെ ഫൗണ്ടേഷൻ കോഴ്സ്, ഇന്റർമീഡിയറ്റ്, ഫൈനൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പോകുന്നത്. ഇപ്പൊ കുറച്ചും കൂടി വ്യത്യാസം അവരുടെ എക്സാമിനേഷൻ പാറ്റേണിൽ വന്നിരിക്കുന്ന വ്യത്യാസം കൊണ്ട് ആ ടേമിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ദാറ്റ്സ് ഓൾ. ബട്ട് തിങ്സ് ആർ സെയിം, അതേപോലെ തന്നെയാണ് പോകുന്നത്. ഹായ് ഋഷി, വെൽക്കം ബാക്ക്. സോ ഞാനിപ്പം ഒടുവിൽ I think she needs to be unmuted. Yeah, I'm done. Yes. ഋഷി, ഞാനിപ്പോ CA എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. What is CS? കമ്പനി സെക്രട്ടറിഷിപ്പ് അത് കൂടുതലും എന്താ അപ്പം അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല. ഒരു മോസ്റ്റ്ലി ഇൻ ടു ഓഡിറ്റിംഗ്, എന്താ അതിൻ്റെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്ക് ഇഫ് യു തിങ്ക് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്, ഐ തിങ്ക് you should opt for CS. കാരണം അത് it's mostly about knowing the rules, knowing about how office administration works. It's more of a secretarial kind of an administrative work that if you think so. എപ്പോഴും ചിന്തിക്കേണ്ടത്, I mean, what is it that you are good at? അത് വേറൊരാൾക്കും പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെക്കാൾ മറ്റൊരാൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല. I mean, that's what I feel. പലരും ഒബ്സർവ്, ഓഫ് കോഴ്സ് എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം ഒരു ബോധ്യം വേണ്ടേ? ഇന്നതാണ് ഞാൻ ചെയ്യാൻ നല്ലത്. ഞാനിപ്പോൾ എത്രയൊക്കെ അധ്വാനിച്ചാലും എനിക്കറിയാം അക്കൗണ്ടൻസി എന്നെക്കൊണ്ട് ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ച പോലെ പഠിപ്പിക്കാൻ സാധിക്കില്ല. ബിക്കോസ് that's the great, I mean, I'm not absolutely not ashamed saying that, because that's the greatest self. ഒരു അക്കൗണ്ടൻസി ടീച്ചറാണ് ഞാൻ. I am handling accountancy. Okay, no, with all due respect to you, I mean, I have full respect for people who deal with that people. I mean, not that. No, my point is, I mean, that's the greatest self-realization I've had. I mean, ഞാൻ ഇന്റർവ്യൂവിൽ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, if I get papers like these, because these are my area of interest, this is what I read a lot, this is what I'm comfortable teaching, and this is something which I don't have to strain a lot. I mean, these are all self-realizations I've had. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവണം, which
ടേക്ക് സം ടൈം. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഏജിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പല ഡെസിഷൻസ് പലരുമാണ് പല സമയങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഓവർ എ പീരീഡ് നമുക്കൊരു ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് യുനോ. അപ്പോഴും നമ്മളെ എൻഗേജ് ചെയ്യുന്ന, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മ്യൂസിക് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തിരി പൊളിറ്റിക്സ് ആണെങ്കിലും അതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് നമ്മളെ പലപ്പോഴും ഒരു തരം സ്ട്രെസ് ബസ്റ്റർ ആയിട്ടാണ് അത് മാറാറ്. ഒരു ഐ തിങ്ക് വി ഹവ് ബീൻ ടോക്കിംഗ് എ ലോട്ട്. ദി ബെസ്റ്റ് തിങ്, ഐ മീൻ അതിന്റെ ഈ ഒരു ഉദ്യമത്തിന്റെ ഒരു effectiveness എന്ന് ആവണമെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ബി അഡ്രസ്സിംഗ് ദ ക്വസ്റ്റ്യൻസ്, isn't it, അഞ്ജലി? വൺ സെക്കൻഡ്, അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി. അതായത് നമ്മൾ പറഞ്ഞതിൽ സ്റ്റുഡൻസിന് മേ ബി ഫെമിലിയർ അല്ലാത്തൊരു ടേം ആണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ആക്ച്വറിയൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഒന്ന് നമുക്കൊന്ന് ഓവറോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ലെൻഡിങ് ലോൺസ് അതൊക്കെയാണെന്ന് അത് നിങ്ങൾക്ക് ഒരു 10th ഒരു കുട്ടിക്കാണെങ്കിലും മനസ്സിലാവും. ഇൻഷുറൻസും അതേപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാം. കമ്പനിയുടെ പെർസ്പെക്റ്റീവ് മറൈൻ ഇൻഷുറൻസ്, ഇപ്പൊ കപ്പലിന്റെ ഒക്കെ സൈഡാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ടേക്ക് മറൈൻ ഇൻഷുറൻസ്. ഓർ എൽസ് നിങ്ങൾ നോർമൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഫയർ ഇൻഷുറൻസ്. ആൻഡ് ഇൻഷുറൻസ് ആയിട്ടുള്ള ഏരിയയിലാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ആ ഇൻഷുറൻസ് പാർട്ട് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ബാങ്കിങ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കേൾക്കാത്തൊരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ആക്ച്വറിയൽ സയൻസിൽ ബേസിക്കലി നമ്മുടെ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്സ് certainly you would have learned. Statistics I don't know, 10th before 10th do we learn statistics a little bit, alle Ambili? It is there, but okay, ടെസ്റ്റിംഗ് പാർട്ടുകളിലൊന്നും അവർ എത്തിയിട്ടില്ല. അതെ, അപ്പം ഈ മാത്തമെറ്റിക്കൽ ടൂൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഉപയോഗിച്ചിട്ട് ഏത് ഇൻഷുറൻസ് ആണ് റിസ്ക്, എന്താ ഓരോ ഇൻഷുറൻസിന്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫിനാൻസ്, ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ് ഏത് നല്ല സ്കീം ചൂസ് ചെയ്യാം എന്നതാണ് നമ്മൾ അതിനകത്ത് ഈ ഒരു ആക്ച്വറിയൽ സയൻസിൽ പഠിക്കുന്നത്. അപ്പോ ചിലർക്ക് അങ്ങനെ ചിലപ്പോൾ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ലെറ്റ്സ് സേ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ, പലപ്പോഴും അങ്ങനെയൊക്കെയാണ് കരിയർ ചോയ്സസിൽ എത്തിപ്പെടുന്നത്. ചിലപ്പോൾ വീട്ടിലൊരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ, ഇതൊക്കെ നോർമലി കാണുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് വി വോണ്ട് ടു ബി ലൈക്ക് ഹിം എന്നൊരു തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതേപോലെ ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടെങ്കിൽ, ഐ മീൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ സ്പാർക്ക്, ഐ മീൻ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നത് അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് നമ്മള് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വി ടേക്ക് അപ്പ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഒരു പക്ഷേ ഡിസിപ്ലിനെ കുറിച്ച്, അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഓപ്ഷനുകൾ എന്താണ്, എന്തൊക്കെയായി തീരാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സമ്മറിയാണ്, ഒരു അബ്സ്ട്രാക്ട് രൂപത്തിലാണ്, ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ആ ഒരു ഇത് കാണിച്ചത്. വേണമെങ്കിൽ അത് ഒരു തവണ കൂടെ കാണിക്കാം. അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വിൽ ട്രൈ ടു അഡ്രസ് ദാറ്റ്. അതല്ല, നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചോദിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഐ തിങ്ക് വി കൻ ടേക്ക് ഇറ്റ് അപ്പ്, വി ഷുഡ് ടേക്ക് ഇറ്റ് അപ്പ്. കാരണം അതാണല്ലോ ഇതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു പർപ്പസ് തന്നെ അതാണെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ, അതെ, ദാറ്റ്സ് അനദർ തിങ്. ഇത് സബ്ജക്റ്റുമായിട്ട് കൺഫൈൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ബോധർ ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് പരസ്പരം ഒരു We have got the first question. What is entrepreneurship? The entrepreneurship is a thing when you start a new business with a new idea, that is entrepreneurship. If you're starting a new business, it is not entrepreneurship. If you want to be an entrepreneur, you have to start with a new idea. It can be a new product, it can be a new service, whatever be it, but there should be something novel. When you're coming up with that, or you're starting a business with that idea, it is entrepreneurship. യെസ്. ഇപ്പൊ നമ്മൾ SM സ്ട്രീറ്റിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 40-50 കടകളുണ്ട്, തുണിക്കടകളുണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി ഒരു തുണിക്കടയും കൂടി തുടങ്ങുകയാണെങ്കിൽ യു ആർ ജസ്റ്റ് എ ബിസിനസ് മാൻ. പക്ഷേ
അല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഈ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും പുതുതായി ഒന്ന് തുടങ്ങുന്നു. അതിനകത്ത് പലപ്പോഴും ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ബിസിനസ് മാൻ ആൻഡ് ഓൺട്രപ്രണേഴ്സ്, ബിസിനസ് മാനിന് പണം ഉണ്ടാക്കണമെന്ന ഒരു തോന്നലാണെങ്കിൽ ഓൺട്രപ്രണർക്ക് പലപ്പോഴും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ആണ് ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവുന്നു, അതിനൊരു സൊല്യൂഷൻ ആയി വരുന്നു, അതിലൂടെ അങ്ങേരൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് ഉണ്ടാക്കിയെടുക്കുന്നു. പലപ്പോഴും ഞാനൊരു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഒരു ജെയിൻ മതത്തിൽ, ഞാൻ റിലിജനും മറ്റു കാര്യങ്ങളും ഒരു വളരെ റിലേറ്റബിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ജെയിൻ കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടി എൻ്റെ കോളേജിൽ പഠിക്കാൻ വന്നു. അപ്പൊ അവിടെ ഈ കപ്പ് കേക്ക്സ് കിട്ടും. അപ്പൊ അവൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ക്യാമ്പസിൽ ഒരു അറ്റ്ലീസ്റ്റ് 12 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവിടെയൊന്നും eggless cupcakes കിട്ടില്ല. So what she did is she started making cupcakes on her own. Adinte number gradually കൂട്ടി, and now believe me, in every day she is selling around 4,000 to 5,000 cupcakes in Bangalore, which means എന്താണ് അവിടെ, she is an entrepreneur because അവൾക്ക് ഉണ്ടായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് അവൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി, through which she is also finding solutions to some other people. I mean, it could be your problem, it could be somebody else's problem, and that is how entrepreneurs evolve. That's a basic difference. എക്സാമ്പിളിന്റെ ആഡ് ഓൺ ആണ്. നിങ്ങൾ എസ്എംസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലോത്ത് ബിസിനസ് തന്നെ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ ഒരു ഇതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോർ വെച്ചിട്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെയിം നിങ്ങളുടെ ഡെസിഗ്നേഷൻ ബിസിനസ് മാൻ. ബട്ട് വെൻ യു ആർ ഷിഫ്റ്റിംഗ് യുവർ പ്ലാറ്റ്ഫോം ടു ഓഫ്ലൈൻ ടു ഓൺലൈൻ, നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഓൺലൈൻ ആയിട്ട് ഈ പറഞ്ഞ ക്ലോത്തിങ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ that is entrepreneurship. Business can be seen, the idea is different. When you're coming with a new idea, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ when you are enhancing new idea, അപ്പോഴാണ് അതിനെ നമുക്കൊരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊവിഡൻസിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടി, അവളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവള് ഒരു ആർമി ഓഫീസറിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഷീ എൻഡ്സ് അപ്പ് ട്രാവലിംഗ് അക്രോസ് ഇന്ത്യ. അപ്പൊ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം സാരി കളക്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു, വിച്ച് ഇസ് കോൾഡ് ദി കളേഴ്സ് ഓഫ് ഇന്ത്യ, COI. അപ്പോൾ അതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അവിടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ കസ്റ്റമർക്ക് ഈ സ്ഥലങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ട, ഇറ്റ്സ് ഡിസ്പ്ലേഡ് ഓൺലൈൻ. ഷി വാസ് ട്രൂ വെൻ ഷി കോട്ടഡ് ദി എക്സാമ്പിൾ ഓഫ് വളരെ ട്രഡീഷണൽ ആയി നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് മോഡലാണ് ക്രിയേറ്റ്, നമ്മളും ചെയ്യുന്നതെങ്കിൽ യു ആർ ജസ്റ്റ് എ ബിസിനസ് മാൻ ബിക്കോസ് യുവർ ഇൻട്രസ്റ്റ് ഇസ് മേക്കിംഗ് മണി. മറ്റൊരു പണം ഉണ്ടാക്കുന്നു, ഞാനും പണം ഉണ്ടാക്കാം എന്നൊരു തോന്നലിൽ നിന്ന് വരുന്നതാണ് പലപ്പോഴും. ഒരു മൈൻഡ് സെറ്റ് ഡിഫറൻസ് ആണ്. Next question, what is the best place for a LLB and BBA? The second question. There is so many questions we have to answer. Okay, great. No, it's good. I mean, it's good that people are asking questions because, okay, one very challenge when you're opting for BBA LLB is that these courses are of 5-year duration, 3 years plus 2 years. Appo ningal opt ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതല്ല എങ്കിൽ 5 വർഷം ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിടന്ന്, നമ്മൾ കാണുന്ന പലപ്പോഴും people make wrong choices, maybe about the course or about the institution or about എനിക്ക് ഒരു ആർഗ്യുമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ആൻഡ് കൺവിക്ഷനോട് കൂടെ പറയാനോ പ്രസന്റ് ചെയ്യാനോ സ്കിൽ ഇല്ല എങ്കിൽ, there is no point opting for such a career. So again, it all brings back to the first point which I said. Think about it. Am I good at arguments, bringing arguments? Am I good at understanding the loopholes in the law? അതൊക്കെ ഓവർ എ പീരീഡ് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ബിക്കംസ് ടു മച്ച് ഫോർ യു. പക്ഷേ ലോ മനസ്സിലാക്കാനുള്ള അതുകൊണ്ടാണ് നമുക്ക് BCom അല്ലെ, ഈവൻ 12th ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഓഡിറ്റിംഗ്, അതിനകത്ത് ഒരുപാട് ലോ റിലേറ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നത് കുറെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതും അല്ലെങ്കിൽ കമ്പനി ലോ, അതിനകത്ത് കുറെ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ക്യാൻ ബി ഗുഡ് അറ്റ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക്
ഓർത്തു വെക്കാനും അത് ആവശ്യം വരുമ്പോൾ ഓരോ സെക്ഷൻ വൈസ് എടുത്ത് പ്രസന്റ് ചെയ്യാനും ഒരു ആർഗ്യുമെന്റ് ലൈക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഓപ്റ്റ് ഫോർ എ law degree. പക്ഷേ asking best place to join. Place in the sense അത് കുറച്ചും കൂടെ കൺവീനിയന്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാലിക്കറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ലോ കോളേജ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് കാലിക്കറ്റിൽ എവിടെയാണ് എന്നുള്ളതിനോട് വലിയ ധാരണയില്ല. അതേപോലെ തന്നെ പുറത്തും വേറെ നമുക്ക് അന്വേഷിച്ച് നോക്കണം. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പിന്നെ ലോ കോളേജ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ലോ കോളേജ് ഏതാണ് എന്നുള്ളത് എനിക്കിപ്പോ എസ്പെഷ്യലി ഇത് ഫേസ്ബുക്ക് ലൈവിലൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇന്ന കോളേജാണ് ഏറ്റവും ബെസ്റ്റ് കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇഷ്യൂ ആവും. അപ്പൊ സോ ദാറ്റ് ഒരു പേരെടുത്ത് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടാണ്. വിൽ ടോക്ക് ഇൻ പ്രൈവറ്റ്. There is third question, what about stock market, forex and investing? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ സാധാരണ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് എന്നുള്ള ഒരു മാർക്കറ്റ് കാണുന്നത് പോലെ ഒരു കമ്പനീന്റെ ഷെയർ ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാണ് ഇത് സ്റ്റോക്ക്. ഒരു കമ്പനീന്റെ ഷെയർ നമ്മളിപ്പോ കമ്പനി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് യുവർ ബിസിനസ് വിത്ത് പബ്ലിക് ഫണ്ട്, പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സച്ച് കമ്പനീസ് ആർ നോൺ ആസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ഈ ഫണ്ട് തരുന്ന ആളുകൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷെയർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് വാല്യൂ. ആ ഷെയർ ഡോക്യുമെന്റ് വാങ്ങിക്കാനും വിൽക്കാനുമുള്ള ഒരു മാർക്കറ്റാണ്. ഇൻ സിമ്പിൾ ടേം ഇറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷെയർ ബണ്ടിലായിട്ട് സ്റ്റോക്ക് ആയിട്ട് വാങ്ങിക്കുകയും സ്റ്റോക്ക് ആയിട്ട് തന്നെ സെല് ചെയ്യാനും പറ്റുന്നത്. നമ്മൾ ഓണർഷിപ്പ് ആണ് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബൈങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീന്റെ ഓണർ ആവാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല ആളുകളും ഈ കമ്പനീന്റെ ഷെയർ എടുക്കുന്നത് നാളെ ഇപ്പൊ നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിച്ച് തിരിച്ചു വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഷെയർ ട്രേഡിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ വേറെ കൺട്രിയിലുള്ള കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് നടത്താനുള്ള ഓരോ ഏരിയയാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ മണി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓറൽസ് ഇതേപോലെ കമ്പനീന്റെ ഷെയർ വാങ്ങാം, അത് നാളെ നമുക്ക് വിൽക്കാം. ഇതേപോലെ തന്നെ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് സിമ്പിൾ ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സർപ്ലസ് എമൗണ്ട്, നിങ്ങളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്. There is another question. I mean, some of them are asking us to speak in English. Okay, we can do that. Can we take BCom without taking math in 11th and 12th? I mean, that option I'm not very sure it's there in all the schools. Is it there? I don't think it's mandatory. Math is mandatory, if I'm not wrong. Plus 2 commerce, not necessary. Yes. BCom without taking math in 11th and 12th. Possible, yes, okay, that's the way. Yeah, it's possible. Sorry, yeah, it is. Take maths as a subject. What skills should you require to excel in hotel management or any other managerial careers? Okay, അതിനൊരു എന്താ ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ ഏതും നിങ്ങൾ ഓപ്റ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരിക്കലും എല്ലാവരെയും ഒരേ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും. കാരണം എൻ്റെ ഫുഡ് ഇൻട്രസ്റ്റ് അല്ല അമ്പിളിയുടെ ഫുഡ് ഇൻട്രസ്റ്റ്, അത് ആ ഒരു ഇൻട്രസ്റ്റ് അല്ല ആഷ്ലി സാറിനുള്ള ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് പലപ്പോഴും സർവീസ് സെക്ടറിലേക്ക് പോകുന്ന ആൾക്കാരോട് പലപ്പോഴും നമുക്ക് ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാവരെയും ഒരേ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ആവശ്യമുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുക എന്നതാണ്. കാരണം ചില ആൾക്കാർ നല്ല ഇപ്പം വീട്ടില് ഭാര്യയുടെ അടുത്ത് ഒരു പക്ഷേ ഒരു വഴക്കിട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഹോട്ടലിൽ വരുന്നത്. അത് നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു വേവ് ലെങ്ത് ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽ സെറ്റ്സ് ബേസിക്കലി ഈസ് അബൌട്ട് എംപത്തൈസിങ് വിത്ത് പീപ്പിൾ. ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു സംഗതിയാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ. say it be hotel, say it be let's say tourism sector. Managerial skills basically it's about multitasking. ഏത് സെക്ടറിൽ ഏത് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പോയാലും
ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് യു വിൽ ഹാവ് ടു അറ്റൻഡ് എ ഫോൺ കോൾ. സംടൈംസ് യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് എ കസ്റ്റമർ whose attitude is really bad. Sometimes you'll have to deal with people who doesn't know the language. I mean, there are multiple things which comes in a, you know, so you'll have to be good at multitasking. You'll have to be good at empathizing with people. You will have to understand a scenario and then respond. You know, basically understand, empathize. Those are certain skill set which I feel is extremely important in hotel management sector. Yes, ma'am. Some of my classmates are finding it difficult to understand. Is maths important for accounts and or finance? Probably, I think you are the right person. Is math important for? Because I know I don't want to speak anything on math. See, maths, in the sense, you don't have to do all this mathematical calculation you have done in your schools. It is not like that. Here, maths is you just want addition and subtraction. Not even division and multiplication you require in accounts. Just you want that numerical ability to calculate. This calculation just include addition and subtraction. There is no other maths is required. There is some, what we say, misunderstanding regarding students regarding this. That is, maths is very necessary. No, it is not actually mathematics. It's just a numerical skill you require in accountancy, and that too, addition and subtraction. So it is easy, I think. So should I be sharing that, you know, the material which I had shown earlier, so that from that students can pick up anything that they are not sure about, anything that they want to clarify, or else, because there aren't any pertinent questions, if you're bad at accounts, is it wrong to choose CA? I would say it is wrong, because majority of the work that you end up doing is auditing and dealing with numbers. I would be very thorough with accounts terms, especially this rules and regulations, how to do this accounts, this golden rules and all. So if you are bad at accounts, please don't go for that side. That is one personal request from my side. Okay. But I mean, I can relate with one more example. I got admission at Delhi School of Economics, and then the only option that I had was to go with finance. I had to, because that was a rare chance. But again, what eventually I ended up doing is, within finance, there is something called behavioral finance, which talks about the psychology behind finance. So that's how you'll have to cleverly, at some point, you'll have to kind of make a conscious choice if you don't want to miss out, you know, on golden opportunities like that. So yeah, even if you are not good with hardcore accounting terms, there are other areas which you can explore and create. I mean, there are niche areas. So please send the slides to the, okay, that's another. Any other questions that we need to address? You can feel free, you know, it's not a classroom, you are not graded, you're not, you know, there's no censoring, nothing. It's about understanding each other's problems and in whatever little knowledge that we have and from the little experience we've gained. Rishikesh, you have worked. Answer to Rohan's question, Rohan Raj, I will definitely inquire about it, and I'll let the management people regarding which is the best school or best place to do this LLB and BBA together. And definitely, I'll answer this query later. Don't worry. All right. So there's another question which Ashley sir had posted. It's about, could you please tell students about what kind of jobs the students at IIM and Christ College take up? Okay. I was, again, for almost 4 years, was in two different terms associated with Indian Institute of Management. What all the students doesn't opt at time is something which, you know, so you can get into banking, you could get into insurance, you could become entrepreneurs, you could become financial advisors, you could become consultants, you know, several of them. So one thing which has happened post, I would say post 2000 is that most of the IIMs have taken a stand that
Indian Institute of Management is not a placement office. Well, all what they teach is good management concepts, and they churn out professionals, but placement is not a guarantee. You could, you evolve as better persons over a period of 2 years, but then you have to make a choice. And majority of them, what they encourage, most of the IIMs, as per my knowledge, is what they are encouraging is to become job providers than job seekers, to become entrepreneurs. The first question that we had is how to become, see, what is an entrepreneur basically? Entrepreneur tries to find a solution to a problem. Yeah, so those finding solution is what, the method of finding solution is what is being taught in most of these management institutions. People management skills, there are multiple options. There is agricultural management, which is there offered only in Indian Institute of Management, Ahmedabad. There is financial management, there is marketing management. If you're good with creating advertisements, if you're good with let's say sales, talking to people, convincing people, make them buy a product, that is another specialization that you have. And or if you're good with recruitment, for instance, knowing the skill set of people, you can specialize in HR or personal management. So there are several options that you have. There is disaster management, which is another very interesting. So multiple things are there. I think it will be too premature, I mean, having such a discussion, but I think that also gives a lot of clarity as to what should, or maybe clarity as to what are the options that you have, knowing such things at this juncture or at this stage in your life. The question to me is about SNES. I'm working in SNES INSAR, Institute of Management Studies and Research. It is a B school in Calicut. It is affiliated to Calicut University, and it is recognized by AICTE. See, this recognition of AICTE is very important. Why it is important? Because when you're going for a job, you're applying for a job, these people ask, have you completed your degree from an AICTE recognized college? Because that is a recognition actually. So my college where I'm working, it is AICTE approved college, and it is affiliated to Calicut University. This courses is offered, certificate is offered by Calicut University. It is a B school. For joining there, you have to first of all complete your +2, then you have to complete your graduation. After graduation, you can join for MBA. And if you're joining for MBA, yes, SNES himself is a good option. From my personal advice, it is a good option for joining MBA, SNES. Okay, so probably another question that they might be interested is how to get into IIMs. So maybe I can spend 2 or 3 minutes on that. So there is a common entrance, just like Ambali ma'am had said, the minimum eligibility criteria is a graduation with a MAT score, if I'm not wrong, Management Aptitude Test, which is a common entrance test for all these management institutions. Similarly, if you want to get into Indian Institute of Management, the option is CAT, which is Common Admission Test. And you need to get a score. It's for a duration of 3 hours, and which is one of the criteria to get into 20 IIMs that we have currently across India, one of which is in our city, Calicut, which is the 7th, if I'm not, 7th IIM in terms of setting up. But in ranking, I think they are ranked 4th. In the previous ranking by NIRF, they come as the 4th or 5th IIM all over India. When this ranking is based on multiple aspects like teaching, their research, their community impact, their consultancy, the MDPs that they conduct, the faculty development programs, so the multiple things that they consider, and an institution called NIRF, National Institutional Ranking Framework, awards a rank, just like students are awarded first rank, second rank, third rank, fourth rank. 4th or 5th rank is what currently Indian Institute of Management Kozhikode is having, right? So the point is, if you're planning a management career, the best option in India is to get into any IIM, not any. I would say A, B, C is normally the order. A is Indian Institute of Management Ahmedabad, then comes Bangalore, then comes Calcutta, then you have Indore, then you have Kozhikode. There's so many. So
based on your CAT score, plus there is something called personal interview, and there is also group discussion. And the cumulative score of all this, like for the score that you've got in the CAT plus the GD, all of which is calculated, and you are shortlisted or rejected based on your performance for the IIMs. The best option in India is to get into an IIM if you're planning a management degree. But again, the option of awarding an MBA, which is Masters in Business Administration, is only there with the universities. But these IIMs are independent organizations, therefore they don't award MBA. What they instead offer is postgraduate diploma in management. So that is just a difference in nomenclature, but otherwise the validity of it and the acceptance of it is universal. All right. Any other questions that we need to address? Many questions. One is, can we become an air hostess only by taking hotel management? No such restriction that you should take hotel management and you should become air hostess is not like that. For I believe for a air hostess, any degree is enough, and not just hotel management. It can be BCom, it can be BA degree, it can be BSc degree. Whatever be the degree doesn't matter. There is another course for becoming air hostess. You have to do that, and I think after your graduation. Is it right, Rishi? Yes, absolutely. Any more questions? Some more. To be a graphical designer, what is it? Become an airport ground staff. Should I have to take on this? Okay, there is another question. How to get into IRMA? IRMA, if I'm not wrong, you are referring to Institute of Rural Management, which is based in, if I'm not wrong, again, in Gujarat. Yeah, IRMA, Anand. It's mostly the selection criteria. I'm guessing it is still it is again the CAT score, or that I'll probably check and get back before the session gets over, because certain institutions, for instance, there is this Faculty of Management Studies in Delhi, which is just behind, which was the institute where I was studying. There they have a separate entrance for their selection. They don't consider, of course, they do consider CAT score also, but they keep a separate entrance. I don't know whether IRMA has a separate unique entrance test only for them. I'm guessing this IRMA was started by a Malayali. Milkman of India. Yes. The Korean, isn't it? Yes. Yes. Verghese Kurian. Exactly. A proud Malayali. What is business administration? That is another question. Oh my God. Only bold one could be an RJ. Very interesting question. Boldness doesn't matter how you're physically bold or mentally bold. That is, your sound should be bold. That's why. Okay, if you're interested, I can connect you with a couple of RJs based out of Calicut. I know somebody is working with Radio Mirchi. You can talk to them personally. Maybe you can text me later or check with one of the faculties who are coordinating. I can connect you with some former RJs and also current RJs. You can talk to them. It's not about qualification. See, there are lots of jobs which actually doesn't require a qualification. It's, when I say qualification, I'm talking about a formal qualification. The qualification should be the work that you're doing. If you're good at talking to people, if you're presentable, if your voice modulation is good, if you have a wide reading habits, if your pronunciation is good, if your voice, if you have, a man mostly prefer a deep voice, and all of that are certain traits which become saleable for a
an RJ job, radio jockey job. It's not about from which institute you've got your degree, management degree. No, how effectively do you communicate with people? How convincingly? How, with what clarity that you speak? You know, the diction, the pronunciation, and of course these days a bit of fun element you bring in the content. Those are the kind of traits that they would look at. Excuse me, sorry for the interruption. Yes, ma'am. Due to the shortage of time and we have one more session ahead, we will be taking up the remaining queries with the panelists on a later stage. Anytime, ma'am, anytime. It was a pleasure being associated with, as always. Thank you, Ashley sir, and thank you all of you who had hosted this event. So after hearing these stalwarts in the field, one thing is for sure, you will be telling to yourself, do something today that your future self will thank you for. On behalf of each and everyone, let me thank Sri Rishikesh KB, who is a Dayapuram volunteer, and Ms. Ambali Vyas, for throwing light on different aspects of commerce education and taking us into the inroads. Thank you. Thank you so much, It's a wonderful, for your enlightening words. Yeah, it's actually a wonderful initiative. This is something which is the need of the hour because clarity should evolve out of the chaos that we are currently in. Sure. And we need to, install a lot of confidence and, the lack of clarity which is there in all of us, not just students, has to be cleared. Wonderful effort. Yeah. Thank you. Thanks for this opportunity. Thank you. My side also, I'm very thankful to the management team. And one more thing, these students, if they want any queries, they can ask me personally also to Rishi also, I believe. If you can send our email ID or you can share our WhatsApp number, they can text us and in person we'll clear their all queries. All the very best, students. Thank you. Thank you. Thank you, ma'am. Shall we leave? Yeah. Yeah. Thank you. Thank you. Bye-bye.